ബ്രൂവറി ഇടപാടിൽ ഇടതുമുന്നണിയിലെ തർക്കം പരസ്യമാവുകയാണ്. CPIക്ക് പിന്നാലെ എതിർപ്പ് പരസ്യമാക്കി രംഗത്ത് വരുന്നത് RJD ആണ്. മന്ത്രിസഭ തീരുമാനിക്കുന്നത് മുന്നണി അനുസരിച്ചോളമെന്ന അമിതാധികാരത്തിന്റെ ഭാഷ വേണ്ട എന്നാണ് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ പ്രതികരിച്ചത്. അതിനിടെ ബ്രൂവറി ഇടപാടിൽ ഡൽഹി മദ്യനയ കേസ് പ്രതി K കവിതയ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. ഇപ്പോഴത്തെ LDF കൺവീനർ ശ്രീ TK രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് LDFൽ എക്സൈസ് പോളിസി ചർച്ച ചെയ്തിട്ടില്ല. ഇത് ശരിയല്ല. CPIക്ക് പിന്നാലെ RJDയും ബ്രൂവറിയുടെ പേരിൽ ഇടയുകയാണ്. മന്ത്രിസഭ തീരുമാനിച്ച മദ്യനയത്തിന് ചുവടുപിടിച്ചു തീരുമാനിച്ച ബ്രൂവറി നിർമ്മാണം ഇടത് നയത്തിന് വിരുദ്ധമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം CPM ഉന്നയിക്കുമ്പോൾ നയം തീരുമാനിക്കേണ്ടത് മുന്നണിയാണെന്ന നിലപാടാണ് RJD സ്വീകരിക്കുന്നത്. ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ച 2 വർഷങ്ങൾക്ക് മുമ്പ് 1 വർഷത്തിന് മുമ്പ് അംഗീകരിച്ചിരിക്കുന്ന ഒരു നയം അത് LDFന്റെ നയമല്ല എന്ന് പറഞ്ഞാൽ LDF നയം അല്ലാതാവൂ? അതെന്തൊരു ജനാധിപത്യമാണ്. ഞങ്ങൾക്ക് ക്യാബിനറ്റിൽ അംഗമില്ല. ഞങ്ങൾക്ക് ആ ക്യാബിനറ്റ് നടക്കുന്ന ചർച്ചകൾ അറിയില്ല. ആ മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ജെനുവിനായ ഈ ഡൗട്ട് റേസ് ചെയ്യാൻ അവകാശമില്ലേ? ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങളങ്ങ് അംഗീകരിച്ചോളണം എന്നുള്ള അമിതാധികാരത്തിൻ്റെ ഭാഷയൊന്നും ഞങ്ങളോട് വേണ്ട. അതിനിടെ ഡൽഹി മദ്യനയ കേസുമായി കേരളത്തിലെ ബ്രൂവറിയെയും ബന്ധിപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേസിലെ പ്രതിയും തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ K കവിത ഡീലുറപ്പിക്കാൻ കേരളത്തിൽ വന്നെന്നാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ ആരോപണം. കവിത എവിടെയാണ് താമസം നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം സ്ഥലം ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്, ഫസ്റ്റ് ഡിമാൻഡ്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഭൂഗർഭജലം ഉപയോഗിച്ചുകൊണ്ടുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്കായിരുന്നു ആദ്യ ശുപാർശ. പിന്നീട് നമ്മൾ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം അത് റെയിൻ ഹാർവെസ്റ്റിംഗിലേക്ക് അത് മാറ്റിയത്. ചോദ്യങ്ങൾക്ക് മറുചോദ്യവുമായിട്ടാണ് ഇതുവരെ സർക്കാർ പ്രതിനിധികൾ രംഗത്തു വന്നിട്ടുള്ളത്. എന്നാൽ K കവിതയുടെ വരവിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.